ബേബിയൊക്കെ എങ്ങനെയാണ്? ബേബി അടിപൊളിയാണ്. ആണോ? ഫുഡ് കിട്ടിയത് ടൈമില്. എവിടെ ഇപ്പൊ ഇവിടെ ഉണ്ടോ സ്ഥലത്ത്? എന്റെ വീട്ടിലുണ്ട്. ആണല്ലേ? അങ്ങനെ കുറുമ്പ് കളിക്കാന്ന് വാശിയുണ്ട്. ഫുഡ് കിട്ടില്ലെങ്കിൽ അപ്പൊ വേണം. എല്ലാ സ്വഭാവം അമ്മ പറയും. ആള് വളരെ സ്വീറ്റ് ആണ്, ഭയങ്കര ക്യൂട്ടാണ്. അതുകൊണ്ട് ഒരു അഡിക്ഷനാണ്. നമ്മുടെ ആസിഫ് അലി രമേശ് നാരായണൻ വിഷയം സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ആസിഫ് അലി രമേശ് നാരായണൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കി കഴിഞ്ഞ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ആസിഫ് അലിയുടെ നിലപാടുകൾ വ്യാപകമായി പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു അല്ലെ. രമേശ് നാരായണനെ ഇനിയും അറ്റാക്ക് ചെയ്യരുതെന്നും അദ്ദേഹത്തിനെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ അവസാനിപ്പിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ആസിഫ് അലി ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപമാനിക്കപ്പെട്ടിട്ടും ഇങ്ങനെ ഒരു വിശാല മനസ്കത കാണിക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. എന്തായാലും നമ്മുടെ വിഷയം അതൊന്നല്ല. ഈ സംഭവം നടന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ആസിഫ് അലിക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. സെലിബ്രിറ്റികളും സാധാരണക്കാരും എല്ലാം അതിൽ ഉൾപ്പെടും. ഇങ്ങനെ ആസിഫിനെ പബ്ലിക്കായി പിന്തുണച്ച ഒരാളാണ് നമ്മുടെ അമല പോൾ. ആസിഫ് അലിയും അമല പോളും ഒരുമിച്ച് അഭിനയിച്ച ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ ഇടയ്ക്കാണ് ആസിഫ് അലിയെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് അമല പോൾ പറഞ്ഞത്. തുടർന്ന് ആസിഫ് വേദിയിലെത്തി അമലയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ഉണ്ടായി. കൊച്ചിയിലെ സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ വെച്ചായിരുന്നു ഈ പ്രൊമോഷൻ നടന്നത്. ഈ വീഡിയോ അത്യാവശ്യം വൈറലായിരുന്നു. പക്ഷെ വൈറലാവാൻ കാരണം അമൽ ആസിഫിനെ പിന്തുണച്ചതോ അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചതോ ഒന്നല്ല. ഈ പരിപാടിയിൽ അമല ധരിച്ച വസ്ത്രം കണ്ട എല്ലാവരുടെയും കുരുപൊട്ടി. അമൽ ആസിഫിനെ പിന്തുണയ്ക്കുന്ന ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് അരിച്ചു വെറുക്കിയാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് 1-2 കമന്റ്സ് കാണാം. ബാക്കിയെല്ലാം അമല പോളിന്റെ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം. എന്നിട്ട് ചില കമന്റ്സ് ഒക്കെ പരിശോധിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം ഒന്ന് കണ്ടുനോക്കാം. ഇതാണ് വീഡിയോ. അമല ധരിച്ച വസ്ത്രം നിങ്ങൾ കണ്ടല്ലോ. എന്തെങ്കിലും കുഴപ്പം തോന്നിയിട്ടുണ്ടോ? ഇനിയിപ്പോ കുഴപ്പം തോന്നിയാൽ തന്നെ ഒരാളുടെ വസ്ത്രധാരണ എന്ന് പറയുന്നത് അയാളുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ. അതിലേക്ക് കയറി അഭിപ്രായം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തായാലും ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. ഒരു വിദ്യാലയത്തിലെ പരിപാടിക്ക് മാന്യമായ വസ്ത്രം ധരിക്കാതെ ഇത്രയും മോശമായി വരാൻ അനുമതി കൊടുത്ത ഒരു മാനേജ്മെന്റിനെ ഓർത്ത് ലജ്ജിക്കുന്നു. ഏത് വസ്ത്രം ധരിക്കണം, എവിടെ, എങ്ങനെയുള്ള അവസരങ്ങളിൽ എന്നതും അത് ഭാവി തലമുറയുടെ മുന്നിലാവുമ്പോൾ എങ്ങനെ ആവണമെന്നും വീണ്ടും വിചാരം വേണമായിരുന്നു. അതും അധ്യാപകരും വിദ്യാർത്ഥിയും ഒന്നിച്ചുള്ള സദസ്സിൽ അവർക്ക് ഇച്ചിരി കോമൺ സെൻസ് വേണമായിരുന്നു. ഇവിടെ എത്തിയത് ഒരു കലാലയത്തിലേക്കാണോ അതോ പബ്ബിലേക്കാണോ? പലരും കമന്റ് ചെയ്തൊരു കാര്യമാണിത്. ഒരു കലാലയത്തിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാന്യമായ വസ്ത്രം ധരിക്കേണ്ടേ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ പരിപാടി നടക്കുന്നത് കോളേജ് വിദ്യാർത്ഥികളുടെ മുന്നിലാണ്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് അവിടെ ഓഡിയൻസ് ആയിരിക്കുന്നത്. അവരാരും നിങ്ങളെ പോലെ അമലയുടെ ഉടുപ്പിനെ നീളം അളക്കാൻ വേണ്ടിയല്ല അവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മെച്യൂരിറ്റി വെച്ച് കോളേജ് പിള്ളേരെ അളക്കാൻ നിൽക്കരുത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ കോളേജ് സ്ഥിതി ചെയ്യുന്ന കൊച്ചിയിലാണ്. കൊച്ചിയിലൊക്കെ പോയവർക്ക് അറിയാം, അവിടെ സിറ്റിയിലെ സാധാരണ പെൺകുട്ടികൾ വരെ അമലാപോൾ ധരിച്ച വസ്ത്രം ഇട്ടിട്ടാണ് പുറത്തിറങ്ങുന്നത്. ഇത് പഴയ കാലമൊന്നല്ല. പെണ്ണിന്റെ വസ്ത്രത്തിന് ഇത്തിരി ഇറക്കം കുറഞ്ഞാൽ അത് കണ്ട് കാമം വിളകുന്നവരാണ് ഈ കമന്റ് ഇട്ടവര് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇനി മറ്റൊരു കമന്റ് ഉണ്ട്, ഞാനത് വായിച്ചുതരാം. ആ കോളേജിലെ ആൺപിള്ളേർ ഇന്ന് കുലുക്കി മറിയും. സംഗതി മനസ്സിലായല്ലോ. ഒരു ഡബിൾ മീനിങ് ഉദ്ദേശിച്ചാണ്. അതന്നെ, ആൺപിള്ളേർ കുലുക്കി മറിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. അതന്നെ, അമല പോളിനെ കണ്ട് അവിടെയുള്ള ആൺപിള്ളേരൊക്കെ സ്വയംഭോഗം ചെയ്യുന്നുള്ളതാണ് ഈ പുന്നാര മോൻ ഉദ്ദേശിച്ചത്. എന്തിനാണ് സ്വന്തം സ്വഭാവം വെറുതെ കോളേജ് പിള്ളേരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത്? താൻ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് കരുതിയോ? ഇത്രയും നിലവാരമില്ലാതെ എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി അടുത്ത കമന്റ് വായിച്ചു നോക്കാം. നീ പറഞ്ഞതൊക്കെ അംഗീകരിച്ചു. നീ ഈ ഡ്രസ്സ് ആദ്യം മാറ്റിയിട്ട് സംസാരിക്കും, ഇല്ലെങ്കിൽ ഇതും ആസിഫിന് അപമാനം തന്നെ. ആസിഫിന് അപമാനമാണെന്നൊക്കെ എന്ത് അപമാനമാണ് കവി ഉദ്ദേശിച്ചത്? ആസിഫ് ഇവിടെ കൂളായി വന്ന് തന്നെ സപ്പോർട്ട് ചെയ്ത അമല പോളിനെ കെട്ടിപ്പിടിക്കുകയാണ് ഇവിടെ ചെയ്തത്. അമലയുടെ ഡ്രസ്സിങ്ങിനെ ജഡ്ജ് ചെയ്യാനും ഡ്രസ്സിങ് കൊണ്ട് അപമാനിതനാവാനും ആസിഫ് നിങ്ങളല്ലല്ലോ. നിങ്ങൾക്കൊരു ടീസ്പൂണിന് അത്രയും കോമൺ സെൻസ് ഉള്ളൂ എന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് കരുതരുത്. അടുത്ത കമന്റ് വായിച്ചു നോക്കാം. ശവം സ്ത്രീകൾക്ക് തന്നെ അപമാനം. ചെക്കിയിൽ ഇതിന് മാന്യമായ ഡ്രസ്സ് ഇട്ടിട്ടാണ് പുറത്തിറങ്ങുന്നത്. പക്ഷെ നിങ്ങൾ ഈ മാതിരിയുള്ള വേഷം ഇട്ട് നിൽക്കുന്നത് അപമാനമായി തോന്നുന്നു. ഒരു മാന്യമായ ഡ്രസ്സ് ഇട്ടൂടെ? മലയാളികൾക്ക് അപമാനം. കഷ്ടം, തുണിയും കൊണകനും ഇല്ലാത്ത ചെറ്റ.
എല്ലാരും മെഷറിംഗ് ടാപ്പ് എടുത്ത് ഇറങ്ങിയേക്കുവാണ് അമലയുടെ ഉടുപ്പിന്റെ ഇറക്കം അളക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഇവർക്കൊന്നും വേറെ പണിയില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. മനുഷ്യന്മാരാകുമ്പോൾ പല തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കും. നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾക്ക് തീരുമാനിക്കാം. മറ്റുള്ളവർ എന്ത് ധരിക്കണം എന്ന കാര്യം അവർക്ക് വിട്ടുകൊടുക്കുക. മറ്റൊരാളുടെ വസ്ത്രം നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ വഴിമാറി നടക്കുക. അതല്ലാതെ ബാക്കിയുള്ളവർ എന്ത് ധരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ട്യൂഷൻ എടുക്കാൻ നിൽക്കരുത്. ഇപ്പൊ ഈ ഷോർട്ടായ വസ്ത്രം ധരിച്ച അതേ അമലാപ്പോട് തന്നെ സോക്കോൾഡ് മലയാളികൾക്ക് ചേർന്ന വസ്ത്രവും ധരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ ഇവർ ചിലപ്പോൾ ജീൻസ് ഇട്ടേക്കാം, അതിനുശേഷം ചുരിദാർ ഉപയോഗിച്ചേക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടവും സൗകര്യവും അനുസരിച്ച് നടക്കും. എന്തിനാണ് ഇത്ര ചൊറിച്ചില്? ഇമാതിരി സദാചാരവും പറഞ്ഞ് നടക്കുന്ന ആങ്ങളമാരായിരിക്കും ഏറ്റവും വലിയ ഞരമ്പ് രോഗികൾ എന്നുള്ളതാണ് കോമഡി. എന്നിട്ട് മാന്യതയുടെ മുഖംമൂടിയും ധരിച്ച് ഇങ്ങനെ നടക്കും. വല്ലാത്തൊരു ചെങ്ങായിമാരെന്നെ ഇഷ്ടം. കഴിഞ്ഞില്ല, ഇനി അമൽ സ്റ്റേജിൽ നിന്നിറങ്ങി പുറത്തുള്ള ഓൺലൈൻ മീഡിയയോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. അമൽ ഈ അടുത്താണ് ഒരു അമ്മയായത് അല്ലെ. അതിന്റെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അതിന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ ഇതുപോലെയുള്ള കുറെ ഊളകൾ അമല പോളിന്റെ പാന്റും കുപ്പായും ഇടിക്കാൻ നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. എവിടെ ഇപ്പൊ ഇവിടെ ഉണ്ടോ സ്ഥലത്ത് ആണല്ലേ? അങ്ങനെ കുറുമ്പ് കളിക്കാന്ന് ആള് വളരെ സ്വീറ്റ് ആണ്, ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് അതുകൊണ്ട് ഒരു അഡിക്ഷൻ ആണ് ആക്ച്വലി, ഹാപ്പി അഡിക്ഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ മാമിന്റെ വേറെ ലൈഫാണ് അല്ലേ? ഇനി വേൾഡ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ കൊച്ചിനെ നമ്മൾ കെയർ ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ ആയിരുന്നല്ലോ കുഞ്ഞിലെ എന്നുള്ള ഒരു ഇത്. അപ്പൊ ഞാൻ മമ്മിയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു ഇത് നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ, മെമ്മറി ഉണ്ടായിരുന്നില്ല. മമ്മി ഉണ്ടോ കൂടെ ഉണ്ടോ? മമ്മിയുണ്ട്, ജഗത്തുണ്ട്. ജഗത് ഇസ് അമേസിംഗ് ഫാദർ. ആക്ച്വലി എന്റെ ജഗത്താണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. ഞാൻ ഇടയ്ക്ക് പാനിക്കാവും. അയ്യോ കൊച്ചി അറിയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് കൂൾ. നമ്മൾ എന്താ എനർജിയാണ് കൊടുക്കുന്നത് അതാണ്. കൊച്ചിന് നീ സെക്യൂർഡ് ആണ്, കൊച്ചി അടിപൊളിയാന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇതിൽ പേടിക്കാൻ. അപ്പൊ ഈസ് അമേസിംഗ് ഫാദർ. സോ ബ്ലെസ്ഡ്. അപ്പൊ ഇവിടെ തന്നെ ആയിരുന്നല്ലോ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ? ഇന്റർലായിരുന്നു ഡെലിവറി. അത് കഴിഞ്ഞ് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഞങ്ങള് സെപ്റ്റംബറിൽ ഗോവയ്ക്ക് പോകും. കുഞ്ഞിന്റെ ബാപ്റ്റിസം കഴിഞ്ഞിട്ട് ഗോവയിൽ. അപ്പൊ ലൈഫ് ഇപ്പൊ അടിപൊളിയാണ്. പേരൊക്കെ കണ്ടിട്ടുണ്ടോ? ബാക്കിയുള്ള പേരൊക്കെ കണ്ടിട്ടില്ല. അല്ല ഞാൻ എന്നിട്ട് അതാണ് ആദ്യമായി അമ്മയായതിന്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും നോക്കി ഇവിടെ അമ്മയുടെ മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ. പക്ഷെ ഇത് കണ്ട കുറെ ആൾക്കാർക്ക് ഒട്ടും സന്തോഷമായില്ല. അവരുടെ കമന്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കൊച്ചിന് കൊടുക്കേണ്ടത് നാട്ടുകാർക്ക് കാണാൻ കൊടുക്കുന്ന ലോകം. തലക്ക് പ്രാധാന്യമില്ലേലും മുലക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആക്ടേഴ്സ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എന്താ ഇപ്പൊ ഞാനിതിനൊക്കെ പറയാം. അമലയുടെ ക്ലീവേജ് കാണുമ്പോഴേക്കും ഇറക്ഷൻ ഉണ്ടാവാൻ മാത്രം കാമം മുട്ടി നിൽക്കുന്ന കുറെ ജന്മങ്ങൾ ഇഷ്ടം. എത്ര വട്ടം പറഞ്ഞാലാണ് അവർക്കൊക്കെ മനസ്സിലാവുക. ഇതിനും വൃത്തികെട്ട 1-2 കമന്റുകളും കൂടി ഉണ്ട്, ഞാൻ വായിച്ചുതരാം. ബേബി വന്ന സ്ഥലം നാട്ടുകാർക്ക് മൊത്തം കാണിച്ചു കൊടുക്കുകയാണ്. ഇതിലും നല്ലത് ഡ്രസ്സ് ഇടാതെ നടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബേബി വന്ന സ്ഥലം കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് എളുപ്പമാണ്. ബേബി വന്ന സ്ഥലം കാണാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത് ആരാണെന്നുള്ളത് കമന്റ് വായിച്ചപ്പോൾ മനസ്സിലായി. സ്വന്തം മനസ്സിലിരിപ്പ് ഇങ്ങനെ മറ്റുള്ളവരുടെ തലയിലിടാൻ നോക്കണ്ട. ഒരു പെണ്ണിന്റെ വസ്ത്രം കാണുമ്പോ എന്തിനാണ് ബ്രോ ഇങ്ങനെ കുരു പൊട്ടുന്നത്? അമല് തുണി ഇല്ലാതെ ഒന്നും അല്ലല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ യുവാക്കളൊക്കെ യൂറോപ്പിലേക്ക് വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നാൽ പെണ്ണുങ്ങളുടെ ഡ്രസ്സിന് ഇത്രയും ഇറക്കം കണ്ടൊന്നും വരില്ല. ഈ കമന്റ് ഇട്ടവന്മാരൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാണെങ്കിൽ ഇതേപോലെ അവിടുത്തെ പെൺകുട്ടികളെയും ഡ്രസ്സ് ഇടാൻ പഠിപ്പിക്കുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കേരളത്തിന് സംസ്കാരം പഠിപ്പിക്കാൻ ഇറങ്ങിയേക്കുവാണ് കുറെ സംസ്കാരം ഇല്ലാത്ത ഊളകൾ. അടുത്ത അമ്മ വായിച്ചു നോക്കാം. കുട്ടി ആരുടേതാ? ആദ്യത്തേതിന്റെയോ രണ്ടാമത്തേതിന്റെയോ അല്ലെങ്കിലും രണ്ടാളും കൂടി വെടിവെച്ചതാണോ? ആഹാ, ഇതും കൂടി ആയപ്പോ പൂർത്തിയായി. ഇതിനും മേലൊരു പെണ്ണിനെ അപമാനിക്കാൻ വേറൊന്നില്ല എന്നുള്ളതാണ്. വൾഗാരിറ്റിയുടെ അങ്ങേയറ്റമാണെന്ന് പറയാതെ വയ്യ. ഇറക്കം കുറഞ്ഞൊരു ഡ്രസ്സ് ഇട്ടതിന് ഒരു പെൺകുട്ടി എന്തൊക്കെ കേൾക്കേണ്ടി വരുന്നെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി. കംപ്ലീറ്റ് ഡിസ്ഹോണർ. ഞാനൊന്നും പറയുന്നില്ല. ഇവർക്കൊക്കെ എന്ത് സുഖമാണാവോ കിട്ടുന്നത്. നിങ്ങളൊക്കെ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക. വസ്ത്രധാരണ എന്ന് പറയുന്നത് പൂർണ്ണമായും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ മറ്റൊരാൾക്ക് ഒരു അവകാശവും ഇല്ല. പെണ്ണിന് ഇറക്കം കുറഞ്ഞ വസ്ത്രം കാണുമ്പോഴേക്കും ഇളക്കവും ഇറക്ഷനും വരുന്നത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. അതിന് ആ പെണ്ണിനെയും അവളുടെ വസ്ത്രത്തെയും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത് 21-ാം നൂറ്റാണ്ടാണ്. ഇനിയെങ്കിലും പൊട്ടക്കിണറ്റിലെ തവളകളാകുന്ന നിർത്തുക. കാലം നിങ്ങളെ ചവിട്ടി അരിച്ചു പോകുന്നതിന് മുമ്പേ കഴിച്ചലായിക്കോളി മക്കളെ. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. എന്താണെന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.